ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് 4 മണി ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. റാഗിയും ഏത്തപ്പഴമൊക്കെ വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് നല്ല പഴുത്ത 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഉരുക്കിയെടുത്ത് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. പഴം ഞാൻ അരിഞ്ഞെടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തണുത്തതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ഞാനൊരു 5 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഒരു 5 കശുവണ്ടി പരിപ്പും കൂടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു രുചി കിട്ടാനാണ് ചേർക്കുന്നത്. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഒരു 2 ഏലക്കായും കൂടെ ചേർത്ത് ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അരച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ചെറിയ തരിയൊക്കെ ഉണ്ടെങ്കിലൊന്നും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് റാഗിപ്പൊടി ഞാനൊരു കപ്പ് എടുത്ത് വെച്ചിരുന്നു. അത് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അളവ് അറിയില്ലെങ്കിൽ കുറേശ്ശെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതി. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. റാഗിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. രക്തക്കുറവിനൊക്കെ റാഗി ഒരുപാട് നല്ലതാണ്. കുട്ടികൾക്ക് റാഗി ഇഷ്ടമില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കണേ. അവർ നല്ലപോലെ കഴിക്കും. ഈത്തപ്പഴമാണേലും കശുവണ്ടി പരിപ്പാണേലും ഒക്കെ ഹെൽത്തിയാണ്. ഈ പരുവത്തിൽ വേണേ ഇത് തയ്യാറാക്കിയെടുക്കാൻ. ഇനി ഇത് ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ നെയ്യോ ഓയിലോ വെളിച്ചെണ്ണോ നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി. അത് നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആ മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1.5 തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വെളുത്ത എള്ളാണ് ചേർക്കുന്നത്. കറുപ്പാണ് കയ്യിലുള്ളെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇത് ചെറിയ തീയിൽ മൂടി വെച്ച് വേവിച്ചെടുക്കണം. തീ കൂടി പോകരുത്. ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ആയി വരട്ടെ. ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം. വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാം ഞാനിതാ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ലൊരു ഹെൽത്തി പലഹാരമാട്ടോ അത്. പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാം. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണേ. 4 മണി ചായയുടെ കൂടെ കഴിക്കാൻ നല്ല രസമാണിത്. റാഗി കഴിക്കാത്തവരും കഴിച്ചു പോകും ഇതുപോലെ തയ്യാറാക്കിയാൽ.